ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മൈ ന്യൂ ചാനൽ. സോ കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് ആൻഡ് കൂടിയിരിക്കണം മണി അടിച്ച് പൊട്ടിക്കൂ. ആൻഡ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എത്രയും പെട്ടെന്ന് ഒരു 2, 3, 4 വൈൽഡ് കാർഡ് എൻട്രീസ് കയറ്റി വിട്. ബിഗ് ബോസ് കമാൺ, കയറ്റി വിടൂ. എത്രയും പെട്ടെന്ന് കയറ്റി വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇന്നത്തെ എപ്പിസോഡൊക്കെ എനിക്ക് ബോറടിച്ച്, ഒന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ഹാപ്പനിങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. വൈൽഡ് കാർഡ് എൻട്രീസിനെ കയറ്റി വിടുകയാണെങ്കിലും ആരെങ്കിലൊക്കെ വെറുതെ എവിടെന്നെങ്കിലൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഒരു കാര്യമില്ലാണ്ട് എന്തൊക്കെയോ കാണിച്ച് വീണ്ടും ഈ ഷോ മുമ്പോട്ട് പോകുന്നല്ലാണ്ട് നത്തിങ്. ബിഗ് ബോസ് എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ കയറുകയാണെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നമുക്കും എന്തെങ്കിലും കാര്യമായിട്ടൊരു സാധനമൊക്കെ കിട്ടുകയുള്ളൂ. അടുത്ത ദിവസം എന്താ എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുക എന്ന് പറയില്ലേ. ബിഗ് ബോസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു ആകാംക്ഷ ആളുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പോൾ ഇനി വൈൽഡ് കാർഡ് കാര്യങ്ങളും കയറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കണം കയറേണ്ടത്. ഇല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അനീഷ് മുത്തണ്ണ, നമ്മുടെ അനീഷ് കിടിലൻ കണ്ടസ്റ്റൻ്റാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളതിൽ ഒരു കിഡു കണ്ടസ്റ്റൻ്റ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണ കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അനീഷിന് ബിഗ് ബോസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങേര് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അയാൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ പോലെയുള്ള ഐറ്റംസൊക്കെ വേണം ഒരു വൈൽഡ് കാർഡായിട്ടൊക്കെ വരാൻ, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗെയിം സ്റ്റാർട്ടാവുകയാണ്, അവിടെ എൻഗേജിങ് ആവുകയാണ് എപ്പിസോഡ്സൊക്കെ, അവിടെ ഹാപ്പനിങ്സ് ഉണ്ടാവുകയാണ് ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട്. അപ്പം അങ്ങനെ വേണം. മറ്റേ നമ്മുടെ റിയാസൊക്കെ ഉണ്ടല്ലോ, സംഗതി റിയാസ് സലീമിനെയൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് റിയാസ് കിടു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. മൂപ്പര് കയറിയതിന് ശേഷമൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ? സത്യമല്ലേ? നമുക്ക് എതിർപ്പുകളുണ്ടായിരുന്നു, പക്ഷേ ആസ് എ എന്താ പറയുക, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് മൂപ്പര്, വൈൽഡ് കാർഡ് ആയിരുന്നില്ലേ പുള്ളി? അതെ, വൈൽഡ് കാർഡായിട്ട് കയറിയതിന് ശേഷം മൂപ്പര് ഭയങ്കര രസമായിരുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ്, ചിലപ്പോൾ തമാശയായിരിക്കാം, അതല്ലാതെ ബഹളമാണെന്നുണ്ടെങ്കിലും എല്ലാം കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അതാണ് ഒരു റോബിൻ്റെ അഗെയിൻസ്റ്റ് എന്ന് പറയാൻ ഇപ്പം ജാസ്മിൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, റിയാസ് സലീം, ഇപ്പുറത്തിങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അത് ഇപ്പം ഈ സീസണിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള സംഗതി 23 ദിവസമേ ആയിട്ടുള്ളൂ, പറയാറായിട്ടില്ല. പക്ഷെ എന്നാൽ ഇതുവരെയുള്ളതിൽ നോക്കുന്ന സമയത്ത് അങ്ങനൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാത്തൊരു പ്രശ്നമുണ്ട്. നോക്കുന്ന സമയത്ത് എന്താണ്, എല്ലാ ദിവസവും ബഹളമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും എന്തൊക്കെയോ നിലവിളിക്കണം, എന്തൊക്കെയോ പറയണു, ഫുഡ് എല്ലാം ഫുഡിൻ്റെ ബേസിലായിരിക്കും അടി, അല്ലാതെ വേറെ കൂടുതൽ അങ്ങനെ കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ബിഗ് ബോസിന് മോശം പറയണതല്ല, ഈ സീസണെ വിലയിരുത്തുമ്പോൾ പറയുന്നൊരു കാര്യം മാത്രമാണത്. റിയാസ് സലീമൊക്കെ അടിപൊളി വൈൽഡ് കാർഡായിരുന്നു ആക്ച്വലി. ഇപ്പോഴാണ് അവരുടെയൊക്കെ ഒരു വില അറിയണത്, റിയാസിൻ്റെ ഒക്കെ. എന്താണ് റിയാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മറ്റേ അഖിൽമാരാരുടെ സീസണിലാണെങ്കിലും ആ മൂപ്പിന് മറ്റേ ഗസ്റ്റായിട്ട് അഖിൽമാരാരുടേത് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും രസമായിരുന്നു ഇവരൊക്കെ. അതാണ് കഴിഞ്ഞ സീസണുകളുടെയൊക്കെ വില നമ്മൾ അറിയുന്നത് ഈ സീസൺ 23-ാം ദിവസം വരെ എത്തി നിൽക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി മോശം എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഒരു 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 ഇതില്ല. അവർക്ക് ഉടുപ്പ് കൊടുക്ക്. ഇനിയിപ്പോൾ ഉടുപ്പില്ലാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് അങ്ങനെ ഇത് വേണ്ടല്ലോ, ഉടുപ്പ് കൊടുക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ എപ്പിസോഡിൽ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ടൊന്നുമില്ല, കൂടുതലും ഗെയിമായിരുന്നു. അനുമോള് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റാണ്, ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോള്. പക്ഷേ അനുമോള് കരച്ചിലോട് കരച്ചിൽ. ഐ എഗ്രി, മനുഷ്യനാണ്, സങ്കടം വരും, സങ്കടം വന്നാൽ കരയും. അനുമോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്.
പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. പലരും അവർ ഫേക്കാണെന്നൊക്കെയുള്ള രീതിയിൽ കരച്ചിൽ കാർഡ് ഇറക്കി കളിക്കണമെന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പലരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ജെനുവിൻലി അവരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ അവരങ്ങനെയാണ്, അങ്ങനെ ഒരു നേച്ചറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് കരയുന്നൊരു ആളാണ്. ഷീസ് ജെനുവിൻ, അറ്റ്ലീസ്റ്റ് ഷീസ് ജെനുവിൻ. പക്ഷേ ഇങ്ങനൊരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് കരയുക എന്നുള്ളൊരു ഒരു പരിപാടി കാണുന്ന സമയത്ത് നമുക്കും എന്തിനാണ് അനുമോളെ ഇങ്ങനെ കരയണത്, മതി നിർത്ത് എന്ന് പറയാൻ തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതും അവരുടെ ആ ഒരു കരച്ചിലിനെ ഇതായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നൊന്നല്ല, മനുഷ്യനാണല്ലോ, കരയും. പക്ഷേ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കരച്ചിലുകൾ കാണേണ്ടി വരുമ്പോൾ പ്രേക്ഷകർക്ക് ഇവരെന്തിനാണ് ഇങ്ങനെ കരയണത്, നിർത്തിക്കൂടെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തോന്നുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഫേക്ക് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ കരച്ചിൽ കാർഡ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ബട്ട് കരച്ചിലൊന്ന് നിർത്തു അനുമോളെ എന്നുള്ള അഭിപ്രായമുള്ള പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തോന്നും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഷോ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ തോന്നും എന്നുള്ളൊരു ഒരു ഒരു സംഗതിയാണ് ആക്ച്വലി പറയാനുള്ളത്. ഈ അനുമോള് ഞാൻ പറയട്ടെ, ഇതിൽ ഫോട്ടോ കത്തിച്ചതിൻ്റെ പേരിലൊക്കെ ഇവർ ഇരുന്ന് കരയുന്നത് കണ്ടു. ഫോട്ടോ ഒക്കെ കത്തിക്കുമ്പോൾ പവറിൽ നിൽക്കണ്ടേ? സീരിയസ്ലി ഫോട്ടോ ഒക്കെ കത്തിക്കുമ്പോൾ എനിക്ക് അനുമോളുടെ ഫോട്ടോ കത്തിച്ച സംഗതി കണ്ടപ്പോൾ എൻ്റെ ലൈഫിലുള്ളൊരു ഇൻസിഡൻ്റാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു ബെറ്റ് വെച്ചപ്പോൾ ഞാൻ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് ഫോട്ടോ കത്തിക്കുക എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോട്ടോ കത്തിക്കുന്നൊരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കത്തിക്കുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യണം, ആ മൊമെൻ്റൊക്കെ എൻജോയ് ചെയ്യണം ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം അനുമോളുടെ കേസിൽ അനുമോൾക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ടുണ്ടാവും ഈ ഫോട്ടോ കത്തിച്ച സമയത്ത്. പക്ഷേ മനസ്സിലായി, സങ്കടം വന്നു, കരഞ്ഞു എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇതൊക്കെ ഒരു റീസണായി പറഞ്ഞ് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിരിക്കണം. ഫേക്കാണ് പറയുന്നില്ല, പക്ഷെ അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷോ തീരണ വരെ, അല്ലെങ്കിൽ എന്നാണോ പുറത്താവുകയാണെങ്കിൽ അതുവരെ കരയേണ്ടി വരും. മടുപ്പാണ്. പിന്നെ മറ്റേ അനുമോള് പറയണു ശൈത്യ കരഞ്ഞ സമയത്ത് ശൈത്യയുടെ ധൈര്യത്തിലാണ് അനുമോള് നിൽക്കണമെന്ന്. നോ, അങ്ങനെ നിൽക്കരുത്. ശൈത്യയുടെ ബലത്തിലൊന്നും നിൽക്കണ്ട, അല്ലെങ്കിൽ ശൈത്യം ഉണ്ടെന്നുള്ളൊരു ആശ്വാസത്തിൽ നിൽക്കണ്ട. എന്തിനാ അത് ഒറ്റയ്ക്ക് കളിക്കാനല്ലേ പോയത്? അനുമോള് തന്നെ പറയുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് കളിക്കാനാണ് പോയത് എന്നുള്ളത്. അപ്പം എന്തിനാണ് ഈ ശൈത്യം ഉള്ളത് കൊണ്ടുള്ളൊരു ധൈര്യം എന്നൊക്കെയുള്ള രീതിയിൽ പറയണത്? അനുമോള് ശൈത്യമുള്ളതിൻ്റെ ധൈര്യത്തിലും ശൈത്യം അനുമോളുള്ളതിൻ്റെ ധൈര്യത്തിലും കൊള്ളാം. സംഗതി ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യന്മാരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. ഇപ്പം ദേഷ്യമായിക്കോട്ടെ, ഇപ്പം അപ്പാനിക്കും അതേപോലെ ഈ അഭിലാഷനും ഒനിയലിനും അക്ബറും ഒക്കെ കാണിക്കുന്ന ദേഷ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആയിക്കോട്ടെ, അതേപോലെ അനുമോളുടെ കേസിൽ പറഞ്ഞ പോലെ ഈ കരച്ചിൽ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആയിക്കോട്ടെ, ഉണ്ടാവും ഈ ഇമോഷൻ. പക്ഷേ വി ആർ ഓൾ ഹ്യൂമൻസ്. ലാലേട്ടൻ പറയണ പോലെ നമുക്കിതൊക്കെ തോന്നും. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി. അപ്പോൾ എനിക്ക് ഈ ദേഷ്യക്കാരായ ആളുകളോടും അതാണ് പറയാനുള്ളത്. ഈ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്ന അനുമോളോടൊക്കെ എനിക്കിതാണ് പറയാനുള്ളത്. കൺട്രോൾ ചെയ്യുക ഇമോഷൻസ്. കാരണം ഇത്തരത്തിലൊരു ഷോവിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇതും കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മേ ബി പറഞ്ഞു തുടങ്ങും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കാര്യം പറയും, ഇപ്പോൾ ഗ്രൂപ്പ് കളിക്കുന്നു, എന്താ പറയുക, അനുമോളെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ ഉള്ളൊരു ലെവലിൽ അനുമോൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഗെയിമിനോട് എനിക്കും താല്പര്യമില്ല. പക്ഷേ ഈ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായി അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ ശരിക്കും മനസ്സിലായി അതിൻ്റെ അകത്ത് വേറെ ഗെയിമാണ്, പുറത്തിരുന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അനുമോൾക്ക് സക്സസ് ആവാനുള്ള സ്പേസ് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ശരിക്കും കേക്ക് നോക്കാതെ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷീ സക്സസ് എന്നാണ് അർത്ഥം. അനുമോൾക്ക് ഇപ്പോൾ തോന്നുകയാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ
അനുമോളുടെ എഗെയിൻസ്റ്റ് അവർ ഗെയിം കളിക്കണു എന്നുള്ളൊരു തോന്നൽ അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദെൻ അനുമോൾ സക്സസിൻ്റെ പാതയിലാണെന്നുള്ളതാണ് അർത്ഥം. അത് അനുമോൾ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ 6 സീസൺ കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യം വരുന്ന സമയത്ത് തലയ്ക്കകത്ത് മിന്നും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്, എന്താ പറയുക, അതിൽ കൃത്യമായൊരു സാധനമുണ്ട്. ഇപ്പോൾ അനീഷിൻ്റെ കേസ്, അനീഷ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അനീഷിനെ അവിടെ ഊക്കി വിട്ട അത്ര അവിടെ വേറെ ആരെയും ഊക്കി വിട്ടിട്ടില്ല. അനീഷിനെ അജാതി ലെവലിലേക്ക് അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന അനീഷ് കൃത്യമായിട്ട് അനീഷിന് ബോധ്യമുണ്ട് വെളിയിൽ എങ്ങനെയാണ് അനീഷിനെ ആളുകൾ സമീപിക്കുന്നത് എന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ മറ്റവന്മാരെയൊക്കെ വിറ്റ കാശ് അനീഷിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള റൂട്ടിലാണ് അനീഷ് പോണത്. അപ്പോൾ അനീഷ് എന്താണ്, ഒറ്റയ്ക്ക് നിൽക്കുക, അതാണ് അതിൻ്റെ ഒരു സുഖം. ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രിപ്പയർ ആവുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അനുമോളുടെ കേസിലാണെന്നുണ്ടെങ്കിലും പുട്ടുപോലെ അനീഷിനെ താണ്ടി വിന്നാവാൻ വേണ്ടി പറ്റും. ഇതൊക്കെ മാറ്ററാക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ. മറ്റേ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അനുമോളുടെ കേസിൽ. പക്ഷെ അതൊക്കെ അവർക്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആവും, ദേഷ്യം വരിക എന്നൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇനി കൂടുതലാവുമ്പോൾ അത് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഇപ്പം ഗിസൈലിന് എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല എന്നൊന്നും എനിക്കറിയില്ല. ഗിസൈലിൻ്റെ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഗിസൈൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുതിര പോലെ. അവര് ഈ ഇമോഷണലി കൺട്രോൾഡാ. അത് അവർക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പോവും. ഭയങ്കര ബാലൻസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ് അവർ. അനുമോളുടെ കേസിൽ ജെനുവിനാണ്, പക്ഷേ ഈ ഇമോഷൻസിൻ്റെ കേസിൽ കൺട്രോൾ ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ഉണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ അവിടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവരുടെ ഒരു എന്താണ് വിഷമം അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട് ബേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള സംഗതികൾ ഇപ്പം ആൾക്കാർക്ക് വലിയ കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് മുമ്പോട്ട് പോണതിനനുസരിച്ചിട്ട് 23 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി പുതിയ ആൾക്കാർ വരും, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ഇവർ ഈ ഇമോഷൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മെല്ലെ മെല്ലെ ആളുകളുടെ ഒരു താല്പര്യം വേറൊരു ആളുകളിലേക്ക് പോകും, ഇവിടെ കുറയും. അങ്ങനെ വിഷയങ്ങൾ വരും ആക്ച്വലി. ഇപ്പോൾ ഗിസൈലിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസൈൽ ഈ ഇമോഷൻ്റെ കേസിൽ ഇങ്ങനെ നിൽക്കുക, കൺട്രോൾഡായിട്ട് നിൽക്കുകയാണ്. അല്ല, ആക്ച്വലി ഞാൻ പറയണമെങ്കിൽ അനുമോൾക്കാണ് വിന്നിങ് ചാൻസ് കൂടുതൽ. പക്ഷെ അവരത് മനസ്സിലാക്കി നിൽക്കണം എന്നുള്ളതാണ്. ബാക്കി ഇപ്പോൾ എന്താണ്, ആദില നൂറ അവർ ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിക്കണം, എന്താവോ എന്തോ. അവർ പക്ഷെ ബുദ്ധിയുള്ള കുട്ടികളാണ്. അവർ ഓൾറെഡി അതിൻ്റെ അത് കയറുന്നതിന് മുമ്പേ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. കുറച്ച് നാളൊക്കെ ഒറ്റ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആക്കി വിടുന്നുള്ളത് ദേനോ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്കത് അത്ഭുതമൊന്നും അല്ല ഇന്ന് ബിഗ് ബോസ് വന്നിട്ട് അത് അനൗൺസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുമോ എന്തോ. നല്ല കുട്ടികൾ, നല്ല രീതിയിൽ തന്നെ അവർക്ക് പോകാൻ സാധിക്കട്ടെ. പിന്നെ എന്താണ്, ഷാനവാസ് ഡൗൺ ആയി വരുന്നുണ്ട് തോന്നുന്നു. അക്ബർ ശരിക്കും പറഞ്ഞാലേ ഈ പറഞ്ഞ ചീത്തവിളിയും ഈ ബഹളം വെപ്പും പരിപാടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ഗെയിമറാ പുള്ളി, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഗെയിമറാ പുള്ളി. അപ്പോൾ ഈ അപ്പാനിയായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടാൽ തന്നെ റെഡിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശരത്ത് മോശം എന്നല്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് 2 പേർക്കും ഷോകാവുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പായ അക്ബർ കയറിപ്പോവും, പക്ഷെ ശരത്ത് പെട്ടുപോകുമെന്ന് പറഞ്ഞില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും ആവുക. അക്ബർ കയറിപ്പോവും. അപ്പം ശരി. ഇന്ന് നമ്മുടെ രേണു സുധി പാവം, എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഇതിൻ്റെ അത് ആക്റ്റീവ് അല്ല എന്നുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞു അവർ ആക്റ്റീവ് അല്ല. പക്ഷെ അത്രയും പേരുടെ ഇടയിൽ ഒരാള് ആർക്കൊരു ഉപദ്രവവും ഇല്ല, ഒരു പാവം നിഷ്കാര കുത്തിത്തിരിപ്പോ നത്തിങ്.
അവർക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ഇത്, പക്ഷെ അവരുടെ ഒരു നേച്ചർ മനസ്സിലാവുന്നുണ്ട്. അതിലൊരാളും ആ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നണത്. നന്നാവട്ടെ, ഗുണം പിടിക്കട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, അത്രേ പറയുന്നുള്ളൂ. ശരി.